ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലൂടെ ഒരു പ്രാവശ്യവും കൂടി ദൈവവചനം പങ്കുവയ്ക്കുവാൻ അനുവദിച്ച കൃപാലുവായ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. സുവിശേഷം എന്ന പരമ്പരയിൽ രണ്ടാം ഭാഗമായി നാം ഇന്ന് ചിന്തിക്കുന്നത് യേശുക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ. അക്ഷരീയമായി തീർന്ന പ്രവചനത്തിൻ്റെ അനുസ്മരണമായി ലോകമെമ്പാടും ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആചരിച്ചു പോരുന്നു. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ക്രൂശിലില്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. ക്രൂശിലെ ഏഴുമൊഴികളെ ആസ്പദമാക്കി ഇന്ന് ലോകം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ചിന്തിക്കുന്ന ദിനമാണ്. അതോടൊപ്പം ദൈവസ്നേഹത്താൽ സ്തോത്രം, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിന് നൽകുകയാണ്. സകല മാനവജാതിയുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ സ്തോത്രം യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ക്രൂശിൽ നിന്ന് ഏഴുമൊഴികളിലൂടെ ലോകം അവിടുന്ന് യേശുക്രിസ്തുവിൻ്റെ മഹത്വം വിളിച്ച് പറയുകയും മാത്രമല്ല, ആ ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ദുഃഖിക്കുകയും അതോടൊപ്പം പാപങ്ങളുടെ മോചനം ലഭിക്കപ്പെട്ട ദൈവമക്കൾ സ്തോത്രം സന്തോഷിക്കുകയും ചെയ്യുന്ന ദിനമാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആദ്യത്തെ മൊഴി നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്ഷമ, അവൻ ക്ഷമാശീലനായ മഹാനാണ്. സകലരുടെയും പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ അവൻ ദീർഘക്ഷമ കാണിച്ചു എന്നുള്ളതാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരെ കണ്ടുകൊണ്ട് അവരുടെ പീഡനങ്ങളാൽ അതീവ മുറിവുകൾ ഏൽക്കപ്പെട്ടപ്പോഴും അവൻ്റെ വായിൽ സ്തോത്രം ഒരു ദൂഷണവാക്കും ഉണ്ടായില്ല. കർത്താവ് അരുളി ചെയ്തു, ഹല്ലേലൂയ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഒരു നേതൃത്വത്തിൻ്റെ മഹത്വം അവിടെ നമുക്ക് ആ ക്രൂശിൽ കാണുവാൻ കഴിയും. സ്തോത്രം. ക്ഷമിക്കുക എന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് തിരുവചനം വായിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ക്ഷമ ഹല്ലേലൂയ ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാണ്. സ്തോത്രം. ഏത് കഠിന ഹൃദയക്കാരെയും ഹല്ലേലൂയ മനസ്സ് അലിയിപ്പിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ ക്ഷമ അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ ഇടയായി. രണ്ടാമതായി നമുക്ക് കാണുന്നു അവൻ്റെ സഹനത്തെ. സ്തോത്രം. അവൻ്റെ മൂന്നാമത് ത്യാഗത്തെ. എത്രയെത്ര മഹത്വമാണ് ഒരു നേതാവെന്ന നിലയിൽ യേശുക്രിസ്തുവിൽ കാണുന്നത്. നമുക്ക് മാതൃക കാട്ടിത്തന്ന, നമുക്ക് പിൻഗമിക്കുവാൻ മാതൃകയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരേ ഒരു നേതൃത്വമേ ഉള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവർ നായകനെന്ന് നിങ്ങൾ ആരെയൊക്കെയോ തിരഞ്ഞെടുത്തിട്ടുണ്ടായെങ്കിൽ യേശുവിനെ പോലൊരു നായകൻ നമുക്ക് ഉണ്ടാകുകയില്ല.
സ്തോത്രം. നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ക്രൂശിലെ 7 മൊഴികളിലൂടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആ ക്രൂശിൽ നമുക്ക് പ്രശംസിക്കാൻ ഇടയാകുന്നത് എങ്ങനെയെന്ന് തൻ്റെ ഭക്തന്മാർ വിലയിരുത്തിയത് നമുക്ക് ചിന്തിക്കുകയും യേശു ക്രിസ്തുവിനെ പിന്തുടരുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൽ 58, 59 വായിക്കുമ്പോൾ, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശു മറഞ്ഞ ദേവാലയം വിട്ടുപോയി എന്നെഴുതിയിരിക്കുന്നു. അതിൻ്റെ സന്ദർഭങ്ങളെ നമുക്ക് വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട്, സ്തോത്രം, ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു. നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, എന്നെ അയച്ചവനിൽ വസിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് കർത്താവ് പലപ്പോഴും സംസാരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് സംസാരിച്ചത്. സ്തോത്രം. അവൻ വചനമാണ്, വചനം ദൈവമാണ്, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു ഭൂതമുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. യേശു ക്രിസ്തുവിൻ സംസാരിച്ചതും യേശു ക്രിസ്തുവിനെയും അവർക്ക്, സ്തോത്രം, കാണേണ്ടതുപോലെ കാണുവാൻ കഴിഞ്ഞില്ല. കർത്താവ് സംസാരിച്ചത് എന്ത് എന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം ഭൂതോപദേശമായി അവർക്ക് ബോധ്യമായി. ഇന്ന് അനേകർക്കും ഇങ്ങനെ കർത്താവ് പറഞ്ഞത് എന്ത് എന്ന് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് പലർക്കും ചിലത് ഭൂതോപദേശമായി തോന്നുന്നു എന്നുള്ളതിൽ അത്ഭുതമില്ല. സ്തോത്രം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവരാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനോട്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞു ദേവാലയം വിട്ട് പോയി. പ്രിയരെ, സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ, യേശു ക്രിസ്തു പറഞ്ഞതെന്തെന്ന് ഗ്രഹിക്കാതിരുന്നു. അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന്. നമുക്ക് ആ വിഷയം നമുക്ക് പിന്നീടായി നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ ഇവിടെ, സ്തോത്രം,
അബ്രഹാമിനേക്കാൾ മുൻപേ ഞാനുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചതായ ദൈവം, സകലത്തിനും മുൻപേ ഉള്ളവൻ, സ്തോത്രം, അബ്രഹാമിന് മുൻപേ ഉള്ളവൻ, അബ്രഹാമിനെ സൃഷ്ടിച്ചവൻ, സ്തോത്രം, എന്നവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യായവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അപ്പം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യായവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകരുത് എന്ന് എബ്രായ ലേഖനക്കാരൻ. അതുകൊണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണെന്ന് പഠിപ്പിക്കണം. സ്തോത്രം. ആ ഉപദേശത്തിൽ നിന്ന് വിഭിന്നമായി നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു ഉപദേശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ അത് ദുരുപദേശമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 12-ൽ വായിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല. എന്നാൽ യേശു ക്രിസ്തു പിതാവിൻ്റെ മഹത്വത്തിലാണ് വരുന്നതെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയ്ക്കെയും ഉളവായി വരുന്നു. അപ്പോൾ ഞാൻ അനന്യനാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് യഹോവയായ ദൈവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഇത് പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ അനന്യനാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 40:10 വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്ന ഒരു ദൈവത്തെ പഴയ നിയമത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പ്രിയരെ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. സ്തോത്രം. നമ്മൾ വിലയിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുള്ളതാണ്. അവർക്കത് വെളിപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ടെങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു.
അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. യേശു സംസാരിച്ചത് സ്തോത്രം സത്യവാനായ ദൈവത്തിൽ നിന്ന് സ്തോത്രം കേട്ടതത്രേ എന്ന് പറഞ്ഞു. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. സ്തോത്രം. പലപ്പോഴും പല കാര്യങ്ങൾ ദൈവം സംസാരിച്ചത് തൻ്റെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് എന്ത് എന്ന്, അത് സത്യം എന്ത് എന്ന്, പലതും മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. പലതും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതുണ്ടായിരുന്നു. പത്രോസിൻ്റെ ജീവിതത്തിലും ജാതീയ വ്യവസ്ഥയൊന്നും മാറിയില്ല. നമ്മൾ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ പോകുവാൻ ദൈവത്തിൻ്റെ ദർശനത്തിലൂടെ അവന് വെളിപ്പെട്ടപ്പോൾ അവനൊരു കാര്യം വാസ്തവമായി മനസ്സിലായതാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ്. ജാതികളുടെ അടുക്കൽ സ്തോത്രം പോകയില്ല എന്നുള്ള ചിന്ത. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലം പാപികളോടും ദരിദ്രന്മാരോടും മനുഷ്യർ നികൃഷ്ടവും നിന്ദ്യമെന്ന് കാണുന്ന യഹൂദന്മാർ കണ്ടിരുന്നവരോട് സഹവസിച്ചും അവരോട് സംഭാഷണം ചെയ്തും അവരോട് കൂടെ വസിച്ചുമൊക്കെ ഇരുന്നത് കണ്ടിട്ടും ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ളതായ അറിവ് അല്ലെങ്കിൽ യഥാർത്ഥമായ ചിന്താഗതി പത്രോസിന് ലഭിച്ചില്ല. എന്നാൽ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടതിന് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ദർശനവന് വെളിപ്പെടുത്തി. അതുകൊണ്ട് 10-ാം അധ്യായത്തിൻ്റെ 34 വായിക്കുമ്പോൾ, ഇപ്പോഴാണ് ഞാൻ വാസ്തവമായി അറിയുന്നത് എന്ന് അവന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടിട്ടും യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ടിട്ടും അവനുകൂടെ നടന്നിട്ടും അവനെ അനുഭവിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല. പല കാര്യങ്ങളിലും പലതും പലർക്ക് മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പ്രിയരെ, അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സത്യത്തെ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കണം. അവൻ്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കണം. അവനാര് എന്ന്. അതുകൊണ്ടാണ് ലേഖനക്കാരൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള 6 അടിസ്ഥാനങ്ങൾ പാൽ മാറ്റി നിങ്ങൾ കട്ടിയുള്ള ആഹാരം കഴിക്കണം. എന്താണ്? ഈ ആദ്യ വചനം വിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ നിങ്ങൾ ശ്രമിക്കുക. പരിശുദ്ധാത്മാവിലല്ലാതെ അവനെ കർത്താവെന്ന് ആർക്ക് പറയുവാനും കഴിയുകയില്ല. അത് ഒരു വ്യക്തിപരമായ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ കേട്ട് ദൈവത്തോട് വാസ്തവമായി നിങ്ങൾ ചോദിക്കുക. ദൈവം അത് വെളിപ്പെടുത്തും. ഇത് വ്യക്തിപരമായിരിക്കുന്നത് കൊണ്ട്, ഇത് കേട്ടു എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് വെളിപ്പെട്ട് കിട്ടൂ. അതാണ് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവിനെക്കുറിച്ച്, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ പുത്രനെക്കുറിച്ച് അറിയുന്നില്ല. അതാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവനെന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, സ്തോത്രം. അവൻ അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? സകലത്തെയും സൃഷ്ടിച്ചവൻ. സ്തോത്രം. അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ആദ്യനും അന്ത്യനുമായവൻ അബ്രഹാമിനേക്കാൾ മുൻപുള്ളവനല്ലയോ? സ്തോത്രം. അവൻ അനന്യനാണ്.
സ്തോത്രം. അവൻ ആദ്യനും അന്ത്യനുമാണ്. സ്തോത്രം. ആ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവലാണ്. അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനപ്രഭുവാണ് അവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമുക്ക് കാണുവാൻ നമുക്ക് കഴിയണം. ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. നിങ്ങൾ സ്തോത്രം. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിച്ചു. ഒന്ന്, അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ദാവീദിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ഇനി ദൈവപുത്രൻ മനുഷ്യപുത്രനുള്ളതൊക്കെ നമുക്ക് പിന്നീടായി നമുക്ക് ചിന്തിക്കാം. അപ്പം യേശു ക്രിസ്തുവിനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നതാണ്. സ്തോത്രം. ഇത് ദൈവഭക്തിയുടെ മർമ്മമാണ്. സ്തോത്രം. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചത് ഇതാകുന്നു. അവൻ അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? സ്തോത്രം. അബ്രഹാമിനേക്കാൾ മുമ്പ് അവനുണ്ട്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അവൻ്റെ നാമത്തെയും കുറിച്ച് അറിയുവാൻ, അവൻ്റെ നാമം മൂലം സകല ജാതികൾക്കും പാപമോചനം ലഭിക്കുമെന്ന് തിരുവെഴുത്ത് എഴുതിയിരിക്കുകയാൽ ആ നാമത്താൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവൻ അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ദൈവം നമ്മളെ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം.